അനുദിനം വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് ആരോഗ്യമേഖല. ആരോഗ്യമേഖലയിലെ ഒരു വളരെ നൂതനമായ ഒരു കരിയർ ഓപ്ഷനാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്. സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികൾക്ക് പ്രസക്തിയേറുന്ന കാലമാണിത്. ആശുപത്രിയിൽ എത്തുന്നവർക്ക് ഏറ്റവും വേഗത്തിലും സുഗമമായും ചികിത്സയും മറ്റ് സൌകര്യങ്ങളും ഉറപ്പാക്കാൻ സാധിക്കുന്ന പ്രൊഫഷണലുകളാണ് ഇന്ന് ആശുപത്രികൾ മാനേജ് ചെയ്യുന്നത്. ഈ ഇൻഡസ്ട്രിയുടെ ഡിമാൻഡിന് അനുസൃതമായിട്ട് ഒരു ഹോസ്പിറ്റലിന്റെ നാനാവിധമായിട്ടുള്ള ധർമ്മങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള പ്രൊഫഷണൽസിന്റെ ആവശ്യം നമുക്കുണ്ട്. നമ്മുടെ ഡോക്ടർമാരെല്ലാം മറ്റൊരു മേഖലയിൽ പരിശീലനം ലഭിച്ചവരാണ്, അതൊരു ശുശ്രൂഷ രംഗത്ത് പരിശീലനം ലഭിച്ചവരാണ്. പക്ഷെ ഇന്നത്തെ ഹോസ്പിറ്റലുകൾ രോഗികളെ ചികിത്സിക്കുന്ന കേന്ദ്രങ്ങൾ എന്നതിനുമപ്പുറത്ത് രോഗികൾക്ക് ആവശ്യമായിട്ടുള്ള സർവീസസ് വളരെ കൃത്യമായി പ്രോംപ്റ്റായി ചുരുങ്ങിയ സമയം കൊണ്ട് ഏറ്റവും മികച്ച രീതിയിൽ നൽകേണ്ട കേന്ദ്രങ്ങളാണ്. ഹോസ്പിറ്റൽ മാനേജ് ചെയ്യുന്ന ആളുകൾക്ക് ഒരുപക്ഷെ ഹോസ്പിറ്റലിന്റെ വികസന പ്രവർത്തനങ്ങൾ, ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് അനുബന്ധ പ്രവർത്തനങ്ങൾ, ഇൻഷുറൻസ് കമ്പനികളുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾ, രോഗികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ, അധികാരികളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, ഇത്തരം മേഖലകളിലൊക്കെ പ്രവർത്തിക്കാൻ കഴിവുള്ള ശേഷിയുള്ള പ്രൊഫഷണലുകൾ ആവശ്യമുണ്ട്. അപ്പൊ അതിൽ വലിയൊരു വിടവ് നിലനിൽക്കുന്നുണ്ട്. ഈ വിടവ് ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ലോകമെമ്പാടും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ മാനേജ്മെന്റൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ബിരുദ കോഴ്സുകളോ ബിരുദാനന്തര ബിരുദ കോഴ്സുകളോ അല്ലെങ്കിൽ ഡിപ്ലോമ കോഴ്സുകളോ ഒക്കെ നടത്തിവരുന്നത്.